Hi friends, welcome back. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പപ്പടം മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാലോ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമൊക്കെ വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും കുറച്ച് പേർക്കൊക്കെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടുത്തെ പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 പപ്പടമാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അളവാട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു സൈസിലുള്ള 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലുള്ള പപ്പടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ ഒന്നിച്ച് ഫ്രൈ ചെയ്തിട്ട് കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അതൊരു ഭംഗി തോന്നാറില്ല. അപ്പോൾ അതിനേക്കാട്ടിലും എനിക്ക് ഭംഗി തോന്നിയിട്ടുള്ള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ ഒന്നും കൂടി ഒരു ഭംഗി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് നീളത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നീളത്തിൽ പിടിച്ചിട്ട് ഇതുപോലെ അങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി. ഇതേപോലെ അങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പപ്പടമൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്ക്വയർ ടൈപ്പ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴേ ഒരു ഭംഗി ഉണ്ടാവുള്ളേ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പപ്പടം പൊരിച്ചെടുക്കാനുള്ള അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. വല്ലാണ്ട് അങ്ങനെ ഓവറായിട്ട് ചൂടാവേണ്ട. ഒരു മീഡിയം ചൂടായിട്ട് നമുക്ക് ഇട്ടിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. ഇപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഞാൻ ചൂടായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അല്ലാതെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും വേണ്ട. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിന്നാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അങ്ങ് ഫ്രൈ ആയിട്ട് വന്നോളൂ. ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. ഫ്ലെയിം ഒരിക്കലും കൂടി പോവരുതേ. അപ്പോൾ ഇത് പപ്പടം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതങ്ങ് കോരിയെടുക്കാം. ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് കേട്ടോ കോരിയെടുക്കുന്നത്. ഇനി അടുത്തതും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് കോരിയെടുത്താൽ മതി. അപ്പോൾ അതെല്ലാം ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അതിലേക്ക് നമുക്ക് ആ പൊരിച്ച് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പൊരിച്ച വെളിച്ചെണ്ണ തന്നെ ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 15 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വലിയ ഉള്ളി യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ആ ചെറിയ ഉള്ളിൻ്റെ ടേസ്റ്റ് എങ്ങനെയായാലും നമ്മൾ വലിയ ഉള്ളി ഇടുമ്പോൾ വരില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതിലേക്കൊരു 2 തണ്ടോ അല്ലെങ്കിൽ 3 തണ്ടോ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഉള്ളി ഏകദേശം ഇങ്ങനെ ഫ്രൈ ആയി വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചതച്ചിട്ടുള്ള മുളകാട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാനൊരു 3-4 വറ്റൽമുളകൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാനും കൂടെ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉള്ളിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമായിട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ പപ്പടത്തിൽ ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഉള്ളിയിൽ ഒരിക്കലും ഉപ്പ് കയറാൻ പാടില്ല കേട്ടോ. അപ്പോൾ കുറഞ്ഞ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്ന വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ അത് ഉള്ളി നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമ്മൾ പുറത്തൊക്കെ വെക്കുമ്പോൾ കേട് വരാതിരിക്കുകയുള്ളൂ. നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി.
ഇനി ഇതുപോലെ പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇളക്കുമ്പോൾ എന്തായാലും അത് പൊടിഞ്ഞു പോകും, അത് കുഴപ്പമില്ല. എന്നാലും പതുക്കെ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ എടുക്കുക. ആ ഒരു റെഡ് കളർ എല്ലാ പപ്പടത്തിലും വരണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.